ഫ്രം ബെൽജിയം. ഇന്നലെയാണ് ഞാൻ ബെൽജിയത്തിലെത്തിയത്. ഞാൻ സ്റ്റേ ചെയ്തത് ബ്രസൽസിലായിരുന്നു. പിന്നെ ഇന്ന് ഇറ്റ് വാസ് എ റെയിനി ഡേ ഇൻ ബ്രസൽസ്. സോ ഐ ടുക്ക് എ ഡേ ട്രിപ്പ് ടു ബ്രൂഷ്. ബ്രൂഷ് എന്നാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. കാരണം ഇതിനെ ബ്രൂജസ് എന്ന് പറയുന്നവരുണ്ട്, ബ്രൂഹിസ് എന്ന് പറയുന്നവരുണ്ട്, ബ്രൂഷ് എന്ന് പറയുന്നവരുണ്ട്, ബ്രൂഗസ് എന്ന് പറയുന്നവരുണ്ട്. ഐ ലൈക്ക് ടു കോൾ ഇറ്റ് ബ്രൂഷ്. സോ എനിവേസ് ഞാനൊരു ഡേ ട്രിപ്പ് എടുത്ത് ബ്രൂഷിലെത്തി. As I already mentioned, it was a rainy day in Brussels, so I was just praying മഴ പെയ്യരുത്. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. എനിവേസ് ഞാൻ ബ്രൂഷിലെത്തിയപ്പോൾ മഴയില്ല, വെയിലുണ്ട്, ഒടുക്കത്തെ കാറ്റും. Oh my god, I'm not sure if you're able to hear. Anyways, right behind me is the central station here in Bruges. ഞാൻ അവിടെ നിന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് കളക്ട് ചെയ്തു. ഒരു ഫലാഫൽ റോൾ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഇത് കുറച്ച് ഹെവിയാണ്. സോ ഐ തോട്ട് ഐ വിൽ ഹാവ് ഇറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്, മേ ബി ലൈക്ക് എ ബ്രഞ്ച്. ആൻഡ് ഞാൻ ബ്രൂഷിൽ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അൺടിൽ ദെൻ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടുന്ന് സെൻട്രലിലേക്ക് അറൗണ്ട് 1.5 kilometers ഉണ്ട്. യു ക്യാൻ ടേക്ക് ബസ്. ഇവിടെ ഈ സെൻട്രലിൻ്റെ പുറത്ത് തന്നെ ബസ് സ്റ്റേഷനുണ്ട്. ഇവിടുന്ന് സെൻട്രലിലേക്ക് ബസ് എടുക്കാവുന്നതാണ്. ബട്ട് ഐ തോട്ട് ഐ വിൽ വാക്ക് ആൻഡ് എക്സ്പ്ലോർ. സോ ലെറ്റ്സ് ഗോ ടു ദ സെൻറ്റർ. കഴിക്കാനിരുന്ന പക്ഷെ മരത്തല്ലേ വീഴുവോ? ഞാൻ ബ്രൂഷിൽ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ഇവിടുത്തെ ബെൽജിയം ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ദാറ്റ് ടു ഫ്രം ദിസ് പ്ലേസ് കോൾഡ് ദ ഓൾഡ് ചോക്ലേറ്റ് ഹൗസ്. ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. സോ ഇവർക്ക് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യണമെങ്കിൽ ഒരു ടീ റൂമുണ്ട്. സോ ലെറ്റ് മീ ഗോ ഇൻ ടു ദ ടീ റൂം. എൻ്റെ പൊന്നു, ടു ബി ഓണസ്റ്റ് ഞാനൊരു ചോക്ലേറ്റ് ലവർ ഒന്നുമല്ല. പക്ഷേ ദിസ് ഹോട്ട് ചോക്ലേറ്റ് വാസ് സോ ഗുഡ്, സോ ഗുഡ്. അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബ്ലെൻഡ് ഓഫ് ഡാർക്ക് ആൻഡ് മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം അവരിങ്ങനെ കുറച്ച് ഡിസ്ക്കായിട്ടാണ് തരുന്നത് ചോക്ലേറ്റ്സ്, ചിപ്സ്. അപ്പം അത് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. എനിക്കിപ്പം ഇത്രയും സ്വീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സ്റ്റോപ്പ് ദെയർ ആൻഡ് ഹാവ് ദ ചോക്ലേറ്റ് ബൈ മൈ സെൽഫ് ആഫ്റ്റർ ദാറ്റ്. സോ അതുകൊണ്ട് പിന്നെ ഈ ക്ലൈമറ്റ്, തണുത്ത ക്ലൈമറ്റിൽ ഈ ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ കുടിക്കുമ്പോഴത്തെ ഒരു സുഖമുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ആംസ്റ്റർഡാമിൽ നിന്ന് ആ കുക്കീസ് കഴിച്ചപ്പം ഒരെണ്ണം കൂടെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയെന്ന് പറഞ്ഞിരുന്നു. സിമിലർലി എനിക്ക്
ഒരു കപ്പും കൂടെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്ക് മിൽക്ക് പിന്നെ ഇവർ ഒന്നും കൂടെ തരുമോയെന്നും അറിയത്തില്ലായിരുന്നു, കാരണം എനിക്ക് ചോക്ലേറ്റ് കുറച്ചധികം മിച്ചം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇരുന്ന് ടൈം എടുത്തത് കഴിച്ചു തീർത്തു. നൗ ഐ എം ഫുൾ. ഇനി നമുക്ക് ബ്രൂഷ് നടന്ന് കാണാനുള്ള എനർജി കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. Something about the way you walked in my direction, so confident but unassumingly, and thinking about the night you took my hand for the first time. It took a minute to admit it, but it turns out that you were all I needed. യൂഷ്വലി ആൾക്കാർ ഒരു സിംഗിൾ ഡേ ട്രിപ്പാണ് എടുക്കാറ് ടു ബ്രൂജ് ആൻഡ് ഗെൻറ്റ്. ഒരു ദിവസം കവർ ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ സിൻസ് ഐ എം ട്രാവലിംഗ് അലോൺ ആൻഡ് ഐ നീഡ് മൈ ഓൺ ടൈം ടു ക്യാപ്ചർ എവറിത്തിങ്, ഐ തോട്ട് ഐ വിൽ ടേക്ക് എ സിംഗിൾ ഡേ ഫോർ ബ്രൂജ് ആൻഡ് ടുമോറോ ഐ എം ഗോയിങ് ടു ഗെൻറ്റ്. അപ്പം ഇതുവരെ എനിക്ക് ബ്രൂജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ ഒരു പഴയ കാലഘട്ടത്തിൽ കൂടെ ഒക്കെ നടക്കുന്ന പോലെ തോന്നും. പക്ഷേ കഫേസ് ഒക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. ഒത്തിരി ഓവർ പ്രൈസ്ഡ് അല്ല എന്നും തോന്നുന്നു. പക്ഷെ ഞാൻ വന്നിരിക്കുന്ന ദിവസം കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റായതുകൊണ്ട് എനിക്ക് ട്രൈപോഡ് ഒരിടത്ത് വെച്ചൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് കാറ്റാണ്. സോ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന്. വീഡിയോസും ഫുൾ ഇങ്ങനത്തേതായിരിക്കും. എനിക്കിത് എവിടെയും വെച്ചിട്ടൊന്നും മാറി നിൽക്കാൻ പറ്റത്തേയില്ല. ഞാനിപ്പോൾ മാക്സിമം കാറ്റടിക്കാതെ ഒരു ബസ് സ്റ്റോപ്പിനകത്ത് വന്നിരിക്കുക. ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് അവിടുന്ന് കാറ്റടിക്കത്തില്ല, ആ സൈഡിലും ഗ്ലാസ് ഉള്ളതുകൊണ്ട്. പക്ഷെ സ്റ്റിൽ ഭയങ്കര കാറ്റാണ്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് തന്നെ കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ബ്രൂഷ്. അപ്പം പിന്നെ നല്ല പോലെ ഫുഡും കഴിച്ച് നല്ല പോലെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചതുകൊണ്ട് കുറച്ച് നേരം ഒന്നിരിക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര വെയിൽ ആയിട്ട് തോന്നില്ലേ? വെയിലാണ്, പക്ഷേ നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈയൊക്കെ മരയ്ക്കുവാണ്, അത്രയ്ക്ക് തണുപ്പുണ്ട്. ബിക്കോസ് നല്ല കാറ്റാണ്. കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുവാണ്. ബ്രൂജ് ആക്ച്വലി ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമാണ്. ബോട്ട് ടൂർ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പം. എനിക്ക് ആക്ച്വലി ബോട്ട് ടൂർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എത്രയാണെന്നൊന്ന് ചോദിച്ചു നോക്കാം. ഒരു 15 യൂറോസിലൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതിൽ കൂടുതലാണെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് സ്പെൻഡിങ്. ഞാനും ഒരു ബോട്ട് ടൂർ ബുക്ക് ചെയ്തു. 30 മിനിറ്റിന് 15 യൂറോസാണ് ഇവിടെ ബോട്ടിങ്ങിന്. സോ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ബോട്ടിൽ കയറാൻ പറ്റുമായിരിക്കും. A very important question to start off with here. Who speaks or understands English on the ship? Please raise your hands if you do. They say that love is never easy, but baby, I say we're living proof, living proof. They say that the honeymoon won't last, but baby, they haven't been with you. I love to love you. I do. I do.
together. Reading me your vows every single day. I used to dread the mornings, but with you I'd rather chase the sunrise or feel the minutes disappearing. But I know now that you were all I needed. You're the calm I crave, the sunshine. Now I'm at the Bonifacius Bridge, which is also known as the Love Bridge of Bruges. There, right behind me. The sunshine when I hate to drive in the rain. Oh, I must have done something right to have you in my life. They say that love is never easy, but baby I say we're living proof, living proof. Oh, they say that the honeymoon won't last, but baby they haven't been with you. I love you, I do. അങ്ങനെ കരയിലും വെള്ളത്തിലും ഒക്കെ ആയിട്ട് ബ്രൂജ് നല്ല പോലെ ഇന്ന് നടന്ന് കണ്ടു. ഇനി ഞാൻ തിരിച്ച് ബ്രസൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 hours ആണ് ജേർണി ടു ബ്രസൽസ്. ആക്ച്വലി ഐ wanted to try something from here for dinner, but unfortunately I'm not hungry yet. So I thought I'll go back to Brussels and have maybe the frites from Brussels. നേരത്തെ നമ്മൾ ചെയ്ത ബോട്ട് ടൂർ ഞാൻ ഈ സ്റ്റേഷനിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇന്നലെ ഇവിടെ വന്നപ്പം വിത്ത് ഓൾ മൈ ലഗേജസ് I was actually very confused and I literally wanted to cry. കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ സ്റ്റേഷൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, എസ്പെഷ്യലി ദ സൂട്ട് സ്റ്റേഷൻ. ഒരു രക്ഷയില്ലായിരുന്നു. ട്രാം എടുക്കണം എന്നറിയാം, പക്ഷേ എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം പല പല ലെവലിലായിട്ടാണ് ഇവരുടെ ഓരോ പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നത്. പിന്നെ സ്റ്റേഷനകത്ത് തന്നെ ട്രാം സ്റ്റേഷൻ, അതിൻ്റെ പുറത്ത്, അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ പുറത്തേക്ക് പോകുന്നു, അകത്തേക്ക് പോകുന്നു, സ്റ്റേഷൻ മാറി പോകുന്നു, അങ്ങനെ വിത്ത് ഓൾ മൈ ലഗേജസ്. ശരിക്കും എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഇപ്പം എനിക്ക് ഇന്നത്തെ ദിവസം എനിക്കിപ്പോൾ ബോർഡ് നോക്കാതെ അറിയാം ഏത് ഡയറക്ഷനിലോട്ട് പോകണം, എവിടുന്ന് എൻ്റെ ട്രാം എടുക്കണം, എനിക്ക് എങ്ങോട്ട് പോകണം, അങ്ങനത്തെ അറിയാം. അപ്പോൾ ആ ഒരു ചേഞ്ച്, അതാണ് ഈ ട്രാവലിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് അത് കിട്ടുക എന്നുള്ളതാണ് ഈ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ പെർക്ക്. ഇവിടുത്തെ സ്റ്റേഷൻസിനകത്ത് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ലഗേജസ് ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ ലോക്കറുണ്ട്, അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി പുറത്തേക്കൊക്കെ പോകാവുന്നതാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു മെൻഷൻ ദാറ്റ്. ഇന്നലെ ഞാൻ മഴയത്തോട് നടന്ന അതേ വഴികളാണിത്, അതേ കടകൾ, പക്ഷേ എൻറ്റയർലി ഡിഫറെൻറ്റ് മൂഡാണ് ഇന്ന്. ഫൈനലി 1 മണിക്കൂറിന് മുകളിൽ ഞാൻ ക്യൂ നിന്നതിന് ശേഷം ഐ ഗോട്ട് മൈ ഹാൻഡ്സ് ഓൺ ദീസ് ഫ്രിറ്റീസ് ഫ്രം ദ ഫ്രിറ്ററീസ് ടബോറ. ഇതിവിടുത്തെ ഏറ്റവും മസ്റ്റ് ട്രൈ സ്പോട്ടാണെന്നാണ് പല വീഡിയോസിലും എല്ലാം കണ്ടത്. സോ ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. ഈ പറയുന്ന അത്ര ഹൈപ്പ് കൊടുക്കുന്ന അത്ര ഇതിനുണ്ടോ എന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ആക്ച്വലി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഞാൻ അധികം റിയാക്ഷൻ ഇടുന്നില്ല, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ആംസ്റ്റർഡാമിൽ നിന്ന് കഴിച്ചതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ്
സോറി യാ സോ അതിനെക്കാട്ടിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇവിടുത്തെ ബെസ്റ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ബിക്കോസ് ഞാൻ വേറെ എങ്ങൊന്നും ട്രൈ ചെയ്തില്ല. ദിസ് മൈ ഫസ്റ്റ് പ്ലേസ്. അതുകൊണ്ട് നല്ലതാണ്. ഞാൻ ഫ്രൈസ് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ നടന്നപ്പോഴാണ് ഈ ഗാലറീസ് റോയൽ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കയറി. ഇറ്റ്സ് ലൈക്ക് വാട്ട് ടു സേ, ഒരു മോള് പോലെയാണ്, കുറച്ച് റോയൽ മോള് പോലെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വിചാരിച്ചു ഇനി ഐ ഹെഡ് ബാക്ക് ടു മൈ ഹോസ്റ്റൽ. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് ഓൾറെഡി 7 ഓൾസോ. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഒരു ഡ്രിങ്ക്, ഒരു ഫ്രീ ഡ്രിങ്ക് ഉണ്ട്, കോംപ്ലിമെൻ്ററി ആയിട്ട്, ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ. അത് എൻ്റെ സ്റ്റേയുടെ സമയത്ത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ക്ലെയിം ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ ഐ തോട്ട് ടുഡേ ഐ വിൽ ഗോ ബാക്ക് ടു മൈ ഹോസ്റ്റൽ, ഗെറ്റ് മൈ ഡ്രിങ്ക്, കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. ദാറ്റ്സ് എ പ്ലാൻ ഫോർ ടുഡേ. സോ ഫാർ ഐ എം ലവിങ് ബെൽജിയം.